അതേസമയം കാനഡയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി പുറത്തിറക്കിയ സമ്പൂർണ്ണ മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയായി. മന്ത്രിസഭയിലെ 28 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 24 പേരും പുതുമുഖങ്ങളാണ്. അതിൽ ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ് കൂടി ഉൾപ്പെടുന്നു. അനിത ആനന്ദ് വിദേശകാര്യ മന്ത്രാലയമാണ് നോക്കുന്നത്. മന്ത്രിസഭ രൂപീകൃതമായതിന് പിന്നാലെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, വിപ്ലവകരമായ ഒരു മാറ്റം. 28 പേരിൽ 24 പേരും പുതിയവർ, പുതുമുഖങ്ങളുമായ ഒരു ക്യാബിനറ്റ്. അതിൽ ഇന്ത്യക്ക് അഭിമാനിക്കാം. അനിത ആനന്ദ് അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിച്ചിരുന്ന പേരാണ്. അനിത ആനന്ദ് വിദേശകാര്യമന്ത്രിയായും ചുമതലയേൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, 28 മന്ത്രിമാരും ഒപ്പം 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും അങ്ങനെ 38 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ 24 മന്ത്രിമാരും പുതുമുഖങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം മാർക്ക് കാർണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്: പൂർണ്ണമായ ഒരു പുനർസംഘടന എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ സാധ്യമാകുന്നു എന്നതാണ് ഈ 24 പുതുമുഖങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നതും. എന്തായാലും ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. ഇന്നലെ വൈകിട്ട് മാർക്ക് കാർണി പുതിയ ടീമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. അതിൽ ഇതാണ് പുതിയ ടീം, കാര്യങ്ങൾ കൃത്യമായി ഇനി നയിക്കും. ഒപ്പം തന്നെ ഈ താരിഫ് നയങ്ങളിലടക്കം കൃത്യമായ ഒരു നിലപാടുണ്ടാകും. ഇനി നമുക്കറിയാം, നേരത്തെ തന്നെ കാനഡയും US-ഉമായി താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ വിഷയങ്ങളൊക്കെ നിലനിന്നിരുന്നായിരുന്നു. കാനഡയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള മറുപടിയൊക്കെ അമേരിക്കക്ക് കൊടുത്തതുമായിരുന്നു. എന്നാൽ അക്കാര്യങ്ങളിലടക്കം വളരെ പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കും, ഗുണകരമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുമിച്ച് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് ആ ട്വീറ്റ്: ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റുമായി ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ ബന്ധം സ്ഥാപിക്കുമെന്നാണ് അതിൽ ട്വീറ്റിൽ മാർക്ക് കാർണി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് രാജ്യങ്ങളുമായും ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കുമെന്ന് കൂടി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മാർക്ക് കാർണി. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ വംശജയായ ഒരാൾ കൂടി മന്ത്രിസഭയിൽ എത്തുന്നു. നേരത്തെ ട്രൂഡോയുടെ ഭരണകാലത്ത് വളരെ മോശമായ ഒരു ബന്ധമായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ. എന്നാൽ ഈ മാർക്ക് കാർണി വരുമ്പോൾ അത് അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ വംശജയായ ഒരാൾ കൂടി മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കെ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഈ കാനഡയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ദൃഢമാക്കാനും അത് സഹായിക്കുമെന്ന് കൂടി വിലയിരുത്തലുണ്ട്. ഒപ്പം ഈ തൊഴിലവസരങ്ങളിൽ, അതുപോലെ സ്റ്റുഡൻസ് വിസ, കാനഡയിലേക്കുള്ള സ്റ്റുഡൻസ് വിസ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഗുണകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് വിലയിരുത്തൽ. ശ്രീജ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.